മലയാള ഭാഷയെ ഒരു ലോകോത്തര ഭാഷയാക്കി മാറ്റാനാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സകല ശക്തിയും അദ്ദേഹം കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ എഴുത്തും അതുപോലെയായിരുന്നു. അനാഥരും ദുഃഖിതരും ദരിദ്രരും നിരാശ്രയരും ഒറ്റപ്പെട്ടവരും ആരുമില്ലാത്തവരുമായ മനുഷ്യരുടെ ഉള്ളിലിരുന്ന് അവരുടെ ജീവിതമാണ് എം ടി പറഞ്ഞത്. അതുകൊണ്ടാണ് എം ടിയെ വായിക്കുന്ന ഓരോ ആളുകളും എം ടിയെ സ്വാനുഭവത്തിലാക്കുകയാണ് ചെയ്തത്. ഇത് ഞാൻ തന്നെയാണ്, നാലുകെട്ടിലെ അപ്പുണ്ണി ഞാനാണ്, കാലത്തിലെ സേതു ഞാനാണ്, അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി ഞാനാണ്, അവസാനം എഴുതിയ വാരാണസിയിലെ സുധാകരൻ ഞാനാണ്, ചിലപ്പോൾ ഹസ്തിനപുരത്തിലെ ഇതിഹാസകാലത്തെ ഭീമൻ പോലും ഞാനാണ് എന്ന് ഓരോ വായനക്കാരനും തോന്നി. അത്രമേൽ സ്വാനുഭവത്തിലേക്ക് ഭാഷയെ പ്രക്ഷേപിക്കാൻ എം ടിക്ക് മുമ്പും എം ടിക്ക് പിമ്പും എം ടിയെ പോലെ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. ബഷീറിനെ പോലെയോ ഉറൂബിനെ പോലെയൊക്കെയുള്ള ജീനിയസ് എഴുത്തുകാരുണ്ടായിരുന്നുവെങ്കിലും ചങ്ങമ്പുഴ മലയാള കവിതയ്ക്ക് ചെയ്തതുപോലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഭാഷ പ്രാപ്യമാക്കാൻ പറ്റുന്ന വിധത്തിൽ അത്ര ലളിതമായി അത്ര അഗാധമായിട്ടാണ് എം ടി എഴുതിയത്. എം ടിയെ വായിക്കുമ്പോൾ നെഞ്ച് കനം കിട്ടും. എം ടി നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടിക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. എം ടിക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ എന്നെ തന്നെ വ്യക്തിപരമായി വിളിച്ച എത്രയോ ആളുകൾ പറഞ്ഞു, വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനേക മനുഷ്യർ അവരുടെ അനാഥത്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ എഴുത്തുകാരനിലേക്ക് നോക്കിയത്. ഒരർത്ഥത്തിൽ 4 തലമുറകളുടെ ഹൃദയത്തിൽ ഒരേ വികാര തീവ്രതയോടുകൂടി ഹൃദയാധികാരം സ്ഥാപിച്ചൊരു എഴുത്തുകാരനാണ്. തനി ഗ്രാമീണനായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് 10 നാഴിക ദൂരെയാണ് കൂടല്ലൂർ. പുഴയോരത്തെ ഒരു ചെറിയ ഗ്രാമമാണ്. എം ടി അവിടെ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ കൂടല്ലൂരിനെ ഒരാളും ഓർക്കുകയില്ല. പക്ഷേ ഫോക്നറുടെ യോക്കനപ്പാട്ട പോലെയും തോമസ് ഹാർഡിയുടെ എസെക്സ് പോലെയും മാർക്കേസിൻ്റെ മക്കൊണ്ട പോലെയും ലോക സാഹിത്യ ചരിത്രത്തിൽ കൂടല്ലൂർ എന്ന ഗ്രാമം കൂടല്ലൂർ എന്നല്ലാത്ത പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ പുഴയിലെ ഉദയവും നരിമാളൻ കുന്നിലെ അസ്തമയവും പോലെ മനോഹരമായ ഒരു കാഴ്ചയും ലോകത്തിലില്ല എന്ന് പറഞ്ഞ തനി ഗ്രാമീണനായ മനുഷ്യൻ, ആധുനിക നാഗരികതയുടെ എല്ലാ വേദനകളും ഏറ്റുവാങ്ങിയ ഒരാൾ, ഒറ്റയ്ക്ക് പോരാടിപ്പോയ ഒരാൾ, ഏകാഗി എല്ലാ യുദ്ധങ്ങളിലും തോറ്റ മനുഷ്യൻ്റെ കൂടെ നിന്നു, എല്ലാ സമരങ്ങളിലും പരാജയപ്പെട്ട മനുഷ്യൻ്റെ കൂടെ നിന്നു. അഗാധമായ ഏകാഗ്രതയായിരുന്നു എം ടി നമുക്ക് തന്നത്. ആ ഏകാന്തമായ വിഷത്തെ അമൃതാക്കി തന്നതാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. എം ടി മരിക്കുകയില്ല. ഭാഷ മരിച്ചാലും എം ടി ബാക്കി നിൽക്കും. കാരണം അമരന്മാരുടെ ജീവിതമാണ് എം ടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എം ടി ഭാഷ മരിച്ചാലും മരിക്കാത്ത വിധത്തിലുള്ള അമരത്വം നേടിയ എഴുത്തുകാരനാണ് എന്നുള്ളതാണ് എം ടിയുടെ അടുത്ത സുഹൃത്തും ഒരുപക്ഷെ എം ടിയോടൊപ്പം സന്തത സഹചാരിയായിരുന്ന പല പരിപാടികളിൽ ഒരുമിച്ച് വേദി പങ്കിട്ടിരുന്ന ആലങ്കോട് ലീലാകൃഷ്ണ മാഷ് ഇപ്പോൾ പറഞ്ഞത്. SKN മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SKN ഈ ഗാർഡ് ഓഫ് ഓണറിൻ്റെ കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വീട്ടിലെ ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കിയിരിക്കുന്നു ബന്ധുക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. ഇതിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുമായി ഈ മന്ത്രിമാർ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുക. പക്ഷേ വീട്ടിൽ ഗാർഡ് ഓഫ് ഓണർ, എം ടിയുടെ വീട്ടിൽ സിത്താരയിലെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SKN.